ഹലോ മക്കളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണ് ഗ്രാഫിക്കൽ പാർട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഭാഗം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ ബേസിസ് ഓഫ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈന് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ നോക്കിക്കോ, നമ്മളൊരു ബേസിക് മാത്തമാറ്റിക്സ് വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കണേ, ഒരു ഇക്വേഷൻ തരികയാണ്, എ ഇസ് ഈക്വൽ ടു ബി ബൈ സി. എന്താണ് ഇക്വേഷൻ? എന്താണ്? എ ഇസ് ഈക്വൽ ടു ബി ബൈ സി. പ്രശ്നമില്ല. അവിടെ എന്താ ബി ബൈ സി അല്ലേ മക്കളെ? അതായത് ഡിവൈഡഡ് ബൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി സി ഗ്രാഫ് എടുത്തിട്ട് എങ്ങനെയാണ് എ കണ്ടെത്തുക? ബി സി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ എന്താണ്? ബി സി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിവൈഡഡ് ബൈ ആണെങ്കിൽ എ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. റെഡി? ഇനി നെക്സ്റ്റ് ഒരു ഇക്വേഷൻ ഏതാണ്? Z ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഇ. എന്താണ് ഇക്വേഷൻ? എന്താ എഴുതിയത്? സിമ്പിൾ ഇക്വേഷൻ എഴുതിയതാണ്. Z ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഇ. നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ? ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഡി ആൻഡ് ഇ. അങ്ങനെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് മക്കളെ? ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അങ്ങനെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ചെയ്താലാണ് എന്ത് കിട്ടുക? Z കിട്ടുക. റെഡി അല്ലേ? ഇനി എന്താണ് ഈ ബി സി ഗ്രാഫ് അല്ലെങ്കിൽ ഡി ഇ ഗ്രാഫ്? ഒന്നുമില്ല മക്കളെ, എക്സ് ആക്സിസിൽ സിയും വൈ ആക്സിസിൽ ബിയും, അതേപോലെ വൈ ആക്സിസിൽ ഡിയും എക്സ് ആക്സിസിൽ ഇ. നമുക്ക് രണ്ട് ഗ്രാഫുകൾ വരക്കാം ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ. ഒന്ന് ബി സി ഗ്രാഫും രണ്ടാണ് എന്ത്? ഡി ഇ ഗ്രാഫും. റെഡി അല്ലേ? ഇതിന് രണ്ടിനും എന്തുണ്ട്? സ്ലോപ്പ് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് എ കണ്ടെത്തുക മക്കളെ? ബി ബൈ സി ആണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് കണ്ടെത്തിയാലാണ് എന്ത് കിട്ടുക? എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടുക. റെഡി അല്ലേ? ഇനി രണ്ടാമത്തത് എങ്ങനെ? ഡി ഇൻറ്റു ഇ, അതായത് പ്രൊഡക്റ്റ് ആണ് അവിടെ വരുന്നത് അല്ലേ? അങ്ങനെ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ Z കണ്ടെത്താൻ എന്ത് ചെയ്യേണ്ടത്? അതായത് ഈ ഗ്രാഫിന്റെ ഏരിയ, അത് ഈ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടെത്തണം അല്ലേ? നമുക്ക് എന്ത് കണ്ടെത്തണം? ഏരിയ. ഈ ഏരിയ കണ്ടെത്തിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക? Z എന്ന വാല്യൂ കിട്ടുക. റെഡി അല്ലേ? അപ്പോൾ ബേസിക് ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഡിവൈഡഡ് ബൈ ആണെങ്കിൽ നമ്മൾ സ്ലോപ്പ് കണ്ടെത്തണം. ഇനി ഇൻറ്റു ആണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഏരിയ ആണ്. റെഡി അല്ലേ? ഡൗട്ടില്ല. ഇനി നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചത് നമ്മളെ ഇക്വേഷൻ ഇതിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കാം. റെഡി? ഇനി നോക്കേണ്ടത് സെവറൽ ഇക്വേഷൻസ് ഉണ്ട്. നോക്കിക്കോ. ഒന്നാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സിമ്പിളായിട്ട് പറഞ്ഞോടെ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്. അങ്ങനെ ഞാൻ പറയും സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ മക്കളെ, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. റെഡി? ഇനി ഇതേപോലെ തന്നെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ പറഞ്ഞൂടെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ ആക്സിലറേഷൻ കിട്ടും. ഇനി നേരത്തെ ഇവിടെ ചെയ്ത പോലെ അതേപോലെ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. എന്താണ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു? എന്താണ് മക്കളെ? എ ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ മനസ്സിലായി, ഇവിടെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ ദി എ ടി ഗ്രാഫ് വിൽ ഗീവ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ്. പറഞ്ഞു എന്താ? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ? ഏരിയ മീൻസ് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാലോ. എന്താണ് സ്ലോപ്പ്? എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? ഇപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ദിസ് ഈസ് ഹൗ വി ഒബ്റ്റെയിൻ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്. ഇനി ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ സെവറൽ ഷേപ്സിന് എന്താണ്? സെവറൽ ഇക്വേഷൻ ആണ് അല്ലേ? ഏരിയ എന്താ? ഏരിയാസ് ഒരു സ്ക്വയർ ആണെങ്കിൽ ഇക്വേഷൻ എന്താ? എ സ്ക്വയർ അല്ലേ? ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെഡി അല്ലേ? ഇനി ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതെല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ. ഇനി ഒരു ട്രപ്പീസിയം ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ? അൺഈക്വൽ സൈഡ്സ്. റെഡി അല്ലേ? ഇനി ഇവിടെ വരുന്ന ഒരു ഗ്രാഫിക്കൽ പാർട്ടിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കണേ.
നോക്കിക്കോ, ഒരു ഗ്രാഫ് തരും. ആ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്കിങ്സ് തന്നിട്ടുണ്ടാവും. ആ മാർക്കിങ്സിന് ശേഷം നമ്മളോട് എന്താ കണ്ടെത്താൻ പറയാന്ന് വെച്ചാൽ നമ്മളോട് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും കണ്ടെത്താൻ പറയും. അതായത് അവർ തരുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ടാണ് തന്നുള്ളത്. ഓക്കെ, ഈക്വൽ ഇൻ്റർവെൽസ് 5, 10 ആൻഡ് 15. ഇവിടെ 5 തന്നിട്ടുണ്ട്, ഇവിടെ -5 തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പയർ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് ക്വാണ്ടിറ്റി മക്കളെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റി, അതായത് അതിന് എന്ത് മാത്രമുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളൂ. റെഡി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതെന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. റെഡി, ശ്രദ്ധിച്ചോ? അപ്പോൾ നോക്കിയേ, അപ്പോൾ അത് എന്ത് കാൽക്കുലേഷൻ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ A1 ഏരിയ 1, ഏരിയ 2 ആൻഡ് ഏരിയ 3. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മാഗ്നിറ്റ്യൂഡ്സ് കണ്ടെത്താം. നോക്കിക്കോ, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം. A1 എന്താ മക്കളെ, A1 റെക്റ്റാങ്കിൾ അല്ലേ, സോറി A1 റെക്റ്റാങ്കിൾ ആണ്, അത് ഈക്വൽ സൈഡ് ആയതുകൊണ്ട് അതിന് എന്ത് പറയാ, സ്ക്വയർ എന്ന് പറയാം അല്ലേ. സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 25 എന്ന് കിട്ടി. റെഡി അല്ലേ? ഇനി A2 എന്താ മക്കളെ, A2 എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര മക്കളെ, ബേസ് 5 ഇൻറ്റു ഹൈറ്റ് എത്ര, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5 ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദി 25. ദെൻ നെക്സ്റ്റ് വാട്ട് എന്താ, അത് നെക്സ്റ്റ് വരുന്നത് A3 ഏരിയ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഇവിടെയും 5 ഗ്യാപ്പ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. റെഡി അല്ലേ? ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് എന്താ, ഒന്ന് എന്താടാ, ഒന്ന് ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഗ്രാഫിന്റെ മാഗ്നിറ്റ്യൂഡ്സ്, അതായത് A1 മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 ആൻഡ് A3, അതായത് നെഗറ്റീവ് പാർട്ട് കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താ, അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. റെഡി അല്ലേ? അതായത് അപ്പോൾ നമുക്ക് നോക്കാം, അതായത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെങ്കിൽ, എന്താണ് ചോദിച്ചതെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 25 പ്ലസ് 12.5 25 പ്ലസ് 12.5 പ്ലസ് എന്താണ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരോടാ, ദാറ്റ് ഈസ് 62.5. ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ 25 പ്ലസ് മൈനസ് ഓഫ് 12.5 പ്ലസ് 25. എന്താ കാരണം, ദാറ്റ് ഈസ് ഇതിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രീറ്റ് ദിസ് ആസ് എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രീറ്റ് ഫസ്റ്റ് വെലോസിറ്റി. ഇതെന്താ, ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പോസിറ്റീവ് ഏരിയ ആണ്, സെക്കൻഡ് ഏരിയ നെഗറ്റീവ് ആണ്, തേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അഗെയിൻ പോസിറ്റീവ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക, ദാറ്റ് ഈസ് 25 മൈനസ് 12.5 എന്ന് പറഞ്ഞാൽ 12.5 ദാറ്റ് ഈസ് ആൻസർ വിൽ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ 12.5 ദാറ്റ് ഈസ് ഈക്വൽ എന്ത് വരും, 37.5 എന്ന് ആൻസർ കിട്ടും. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അപ്പോൾ മക്കളെ, ഇനി ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്രാഫുകൾ കമ്പയർ ചെയ്യണം അല്ലേ. ഗ്രാഫുകൾ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ മക്കളെ, അതായത് ഒന്ന് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ, രണ്ടാണ് യൂണിഫോം വെലോസിറ്റി എന്ന കണ്ടീഷൻ, യൂണിഫോം വെലോസിറ്റി, മൂന്നാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. റെഡി അല്ലേ? അപ്പോൾ നോക്കിക്കോ, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ അറ്റ് എ പൊസിഷൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് മാറാതെ കോൺസ്റ്റന്റ് സ്പീഡ് ത്രൂ ഔട്ട് ദ ടൈം. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആക്സിലറേഷൻ റിമെയിൻസ് ദി കോൺസ്റ്റന്റ്. ഈ മൂന്ന് കണ്ടീഷനിലെയും പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ് വരയ്ക്കാനുള്ളത്. റെഡി അല്ലേ? നമുക്ക് ഓരോ കേസിലെയും ഗ്രാഫ് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണ്, ദാറ്റ് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് അല്ലേ. റെസ്റ്റ് കണ്ടീഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് അല്ലേ. ഒബ്ജക്റ്റ് റെസ്റ്റിലല്ലേ മക്കളെ, ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഒരു കുറേ സമയം കഴിഞ്ഞപ്പോഴും അതേ പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചാൽ പോരെ. അതായത് പൊസിഷൻ മാറുന്നില്ല, ടൈമും മാറുന്നുണ്ട് അല്ലേ. ടൈം വിത്ത് ഫ്ലോ ഓഫ് ടൈം the position does not change. റെഡി അല്ലേ? ഓക്കെ,
ഇനി രണ്ടാമത്തെ ഗ്രാഫ് എന്താ മക്കളെ, അതായത് ഇതും എന്താണ്, ദിസ് ഈസ് അഗെയിൻ എ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. റെസ്റ്റിലുള്ള ആളെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ചോദിക്കട്ടെ, റെസ്റ്റിലുള്ള ആൾക്ക് വെലോസിറ്റി ഉണ്ടാ മക്കളെ? വെലോസിറ്റി ഇല്ല. അപ്പൊ അഗെയിൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇറ്റ് വിൽ ബി എ ഗ്രാഫ് ത്രൂ ദി എക്സ് ആക്സിസിലൂടെ ഒരു ലൈൻ വരച്ചാൽ മതി. ഇനി മൂന്നാമത്തെ കേസ് എന്താ, മൂന്നാമത്തെ കേസ് അഗെയിൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫോർ എ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. വെലോസിറ്റി ഇല്ലാത്ത ഒബ്ജക്റ്റിന് പിന്നെ ആക്സിലറേഷൻ ഉണ്ടാവും മക്കളെ. അപ്പൊ അതും എന്താണ്, എക്സ് ആക്സിസിലൂടെ ഒരു ലൈൻ വരച്ചാൽ മതി. റെഡി അല്ലേ? അല്ല മക്കളെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ കണ്ടീഷനാണ്. ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ മക്കളെ, യൂണിഫോം സ്പീഡ്. എന്താണ് കണ്ടീഷൻ, എന്താണ്, യൂണിഫോം സ്പീഡ് അല്ലെ. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, എന്താ, കോൺസ്റ്റന്റ്. അങ്ങനെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് എന്താ, ഫസ്റ്റ് ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെ. ഫസ്റ്റ് എന്താ, പൊസിഷൻ ടൈം ഗ്രാഫ്. നോക്കിയേ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് അല്ലെ. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് എന്ത്, സ്പീഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, സ്ലോപ്പും കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ എന്താണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. റെഡി. ഇനി രണ്ടാമത്തെ ഗ്രാഫ് എന്താ മക്കളെ, രണ്ടാമത്തെ ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ എന്താ, സ്പീഡ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, അതായത് തുടങ്ങുമ്പോൾ എന്താണ് സ്പീഡ്, അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. റെഡി അല്ലേ? അപ്പൊ ഇതെന്താ, എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. മൂന്നാമത്തെ ഗ്രാഫ് എന്താ മക്കളെ, മൂന്നാമത്തെ ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. എന്തിനാ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, യൂണിഫോം സ്പീഡ് അല്ലെ. യൂണിഫോം സ്പീഡിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റന്റ്, സ്പീഡ് മാറുന്നില്ലെങ്കിൽ ആക്സിലറേഷൻ ഇല്ലല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇല്ലാത്തൊരു ഗ്രാഫ്, അതായത് ലൈൻ പാസിംഗ് ത്രൂ ദി എക്സ് ആക്സിസ്. ഇനി നമുക്ക് വരുന്നത് ഫൈനൽ കണ്ടീഷനാണ്, മൂന്നാമത്തെ കണ്ടീഷൻ, യൂണിഫോം ആക്സിലറേഷൻ. എന്താണ്, യൂണിഫോം ആക്സിലറേഷൻ. നോക്കിയേ, അത് ഫസ്റ്റത്തെ ഗ്രാഫ് എന്താ, അഗെയിൻ പൊസിഷൻ ടൈം ഗ്രാഫ്. നോക്കിയടാ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റിയാ. ഇവിടെ എന്താ, വെലോസിറ്റിയും ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് സ്ലോപ്പ് വെലോസിറ്റീസ് ഇങ്ങനെ ഇൻക്രീസ് ആവുക, അതായത് സ്ലോപ്പ് കൂടി ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. റെഡി. ഇനി നെക്സ്റ്റ് രണ്ട് ഗ്രാഫുകളാണ് ബാക്കിയുള്ളത്. ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. പറഞ്ഞോ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ലെ. ലൈൻ വിത്ത് എന്താണ് മക്കളെ, കോൺസ്റ്റന്റ് സ്ലോപ്പ്. റെഡി അല്ലേ? ഇനി ലാസ്റ്റ് ഗ്രാഫ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഗ്രാഫ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ് മക്കളെ, ദാറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷനിലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ചോദിക്കട്ടെ, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ തുടങ്ങുമ്പോൾ എത്രയാണോ ആക്സിലറേഷൻ, അതേ ആക്സിലറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അതായത് 9 ഗ്രാഫ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫുകളൊക്കെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.